ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല രാത്രി വേളയിൽ കർത്താവിന്റെ പാദപീഠത്തിൽ നമുക്ക് തിരുവചനത്തിന് മുമ്പിലായിരിക്കാൻ സഹായിച്ച വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. താല്പര്യത്തോടെ ദൈവവചനത്തിന് മുമ്പിലായിരിക്കാൻ സൂമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാം മനസ്സിലാക്കുന്ന ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിന് സന്തോഷവും ആത്മാവിന്റെ വിടുതലും ദൈവത്തോടുള്ളതായ അടുപ്പവും കൂട്ടുവാൻ കൃപ ചെയ്യുമാറാകട്ടെ. വളരെ ശ്രദ്ധയോടെ നമുക്ക് ദൈവപാദപീഠത്തിലായിരിക്കാം. പുറപ്പാട് പുസ്തകമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നതായ ആ വേദഭാഗം. ആകയാൽ പ്രൈസല്ലോ നമുക്ക് ആ പുറപ്പാട് പുസ്തകത്തിലേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാം. എല്ലാവർക്കും സ്ക്രീൻ കാണാമെന്ന് ഞാൻ കരുതുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറപ്പാട് പുസ്തകത്തിന്റെ ഇൻട്രൊഡക്ഷനാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നാം പുറപ്പാട് പുസ്തകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പുറപ്പാട് പുസ്തകത്തെ നമുക്ക് 12 ഭാഗങ്ങളായിട്ട് തിരിച്ച് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അതുപോലെ ഏതാണ്ട് 3500 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രത്യേക ജനതയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് എഴുതി കൊടുത്തതായ അല്ലെങ്കിൽ എഴുതപ്പെട്ടതായ പുറപ്പാട് പുസ്തകം 3500 വർഷങ്ങൾക്ക് ശേഷം നാം പഠിക്കേണ്ടതിന്റെ അല്ലെങ്കിൽ വായിക്കേണ്ടതിന്റെ അതിന്റെ റെലവൻസ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ആവശ്യകത എന്താണ്? ഈ കാലഘട്ടത്തിൽ ഈ പുസ്തകം നമ്മൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ പ്രയോജനം എന്താണ് എന്നുള്ള കാര്യം കൂടെ നമുക്കൊന്ന് ചിന്തിച്ചതിന് ശേഷം പുറപ്പാട് പുസ്തകത്തിന്റെ അധ്യായങ്ങളിലേക്ക് കിടക്കാം. പുറപ്പാട് പുസ്തകത്തിന്റെ അധ്യായങ്ങളിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഒത്തിരി വളരെ പ്രധാനപ്പെട്ടതായ വിഷയങ്ങൾ പുതിയ നിയമസഭയോടുള്ളതായ ബന്ധത്തിൽ തന്നെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. അപ്പോ അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതായ ഒരു പുസ്തകമാണ് പുറപ്പാട് പുസ്തകം. ശരിയായിട്ട് മനസ്സിലാക്കണമെങ്കിൽ വളരെ വേഗത്തിൽ പോകാനായിട്ട് കഴിയത്തുമില്ല. എന്നാൽ വേഗത്തിൽ പോകാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ പഠനം ഒട്ട് പൂർത്തീകരിക്കാനായിട്ട് കഴിയത്തുമില്ല. പ്രൈസല്ലോ, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടല്ലോ. പുറപ്പാട് പുസ്തകത്തിന്റെ 12 ഭാഗങ്ങൾ ഞാൻ വേഗത്തിൽ ഒന്ന് പറഞ്ഞു പോകാം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് കഴിയും. ഒന്നാമത് ഇസ്രയേൽ മിസ്രൈമിലായിരുന്നതായ ആ സ്ഥിതിവിശേഷത്തെ കുറിച്ച് പറയുന്ന അധ്യായമാണ് ഒന്നാമത്തെ അധ്യായം. യാക്കോബിന്റെ സന്തതികളായി 70 പേർ കനാനിൽ നിന്ന് മിസ്രൈമിലേക്ക് എത്തിച്ചേരുവാനിടയായി തീർന്നതും അവരുടെ 350-400 വർഷത്തിനിടയിൽ അവർക്ക് സംഭവിച്ചതായ കാര്യങ്ങൾ വളരെ ചുരുക്കമായി പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നതായ അധ്യായമാണ് ഒന്നാമത്തെ അധ്യായം. അടിമത്തത്തിലായിരുന്നതായ ജനത്തിന് ദൈവത്തിന്റെ സമയമായപ്പോ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ഒരു റിഡംഷൻ, ഒരു വീണ്ടെടുപ്പ് ദൈവം നിശ്ചയിച്ചു. അപ്പൊ ദൈവം തന്നെയാണ് അതിന്റെ സമയം നിശ്ചയിച്ചത്. ദൈവം തന്നെയാണ് അതിന്റെ പ്രോസസ് ഓഫ് റിഡംഷൻ നിശ്ചയിച്ചത്. എല്ലാ കാര്യങ്ങളും ദൈവത്താൽ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുവാനിടയായിട്ട് തീർന്നതായ കാര്യം, അവരുടെ വീണ്ടെടുപ്പിനുള്ളതായ തയ്യാറെടുപ്പ് നമുക്ക് 2, 3, 4 അധ്യായങ്ങൾ കാണുവാനായിട്ട് കഴിയും. അവിടെ മോശ ചെല്ലുന്നതും അവരുടെ കഷ്ടപ്പാടും മോശയുടെ ജനനവും മോശയുടെ വളർച്ചയും പിന്നെ മോശയ്ക്ക് ദൈവം പ്രത്യക്ഷനാകുന്നതും മോശയ്ക്ക് പ്രത്യേക നിയോഗം കൊടുത്ത് മിസ്രൈമിലേക്ക് മടക്കി അയക്കുന്നതുമായ കാര്യങ്ങളാണ് 2 മുതൽ 4 വരെയുള്ളത് അധ്യായം. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് മിസ്രൈമിലേക്ക് എത്തിച്ചേർന്നതായ മോശ ഫറവോനുമായിട്ടുള്ളതായ ആ ഇന്ററാക്ഷനാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദ എൻകൗണ്ടർ ഓഫ് ഗോഡ് വിത്ത് കിങ് ഫറോ. ഈജിപ്തിലെ രാജാവായിരിക്കുന്നതായ ഫറവോനോട് ദൈവത്തിന്റെ ഇടപെടലാണ് നമുക്ക്, അഥവാ ദൈവിക എൻകൗണ്ടർ ആണ് നമുക്ക് 5 മുതൽ 11 വരെയുള്ള മൂന്നാമത്തെ ഭാഗത്ത് കാണുവാൻ കഴിയുന്നത്. നാലാമത്തെ ഭാഗം വളരെ പ്രധാനപ്പെട്ടതായ ഭാഗമാണ്.
വേദപുസ്തകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു അധ്യായമായിട്ട് നമുക്ക് കണക്കാക്കുവാൻ കഴിയും. ആ 4-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ദ പാസ് ഓവർ ആൻഡ് ദി എക്സഡസ് ഓഫ് ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ. പെസഹയും ജനത്തിന്റെ പുറപ്പാടുമാണ് 12-ാമത്തെ അധ്യായത്തിലെ വിഷയം. വളരെ പ്രധാനപ്പെട്ടതായ ഒരു വിഷയമാണ്. വളരെ ആഴമായി മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങൾ പുതിയ നിയമസഭയോടുള്ളതായ ബന്ധത്തിൽ അതിനകത്ത് ഉള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ 5-ാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുന്നതായ വീണ്ടെടുപ്പിന് വിധേയരായി തീർന്ന ഇസ്രായേൽ ജനം അവിടെ നിന്ന് കനാനിലേക്ക് യാത്ര ആരംഭിക്കുകയാണ്. അവരുടെ അടുത്ത 3 മാസത്തെ യാത്രാവിശേഷങ്ങളാണ് 5-ാമത്തെ സബ്ജക്റ്റായിട്ട് അല്ലെങ്കിൽ 5-ാമത്തെ ഭാഗമായിട്ട് നാം ചിന്തിക്കുവാൻ പോകുന്നത്. അത് സീനായിലേക്കുള്ളതായ 3 മാസത്തെ യാത്ര. സീനായി മലയിൽ അല്ലെങ്കിൽ സീനായുടെ താഴ്വരയിൽ ഇസ്രായേൽ ജനം എത്തുന്നതും പിന്നെ യഹോവയായ ദൈവത്തിന്റെ പ്രത്യേക കൽപ്പന അനുസരിച്ച് മോശ സീനായി മലയിലേക്ക് കയറുന്നതും അവിടെ വെച്ച് ന്യായപ്രമാണത്തിന്റെ മലകകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇസ്രായേൽ ജനത്തിന്റെ മധ്യത്തിലേക്ക് മോശ ഇറങ്ങി വരുന്നതുമായിരിക്കുന്നതായ കാര്യങ്ങളാണ് 5-ാമത്തെ ഭാഗം 13 മുതൽ 18 വരെയുള്ളതായ അധ്യായങ്ങൾ. ചാപ്റ്റർ 13 to ചാപ്റ്റർ 18. 6th പോർഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ 6th പാർട്ട് എന്ന് പറയുന്നത് ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദി മൊസൈക് കവനന്റ് അല്ലെങ്കിൽ മൊസൈക് ലോ. മോശയുടെ ന്യായപ്രമാണത്തിന്റെ സ്ഥാപനം എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. ലോ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായ കാര്യമാണ് നമുക്ക് 6-ാമത്തെ ഭാഗത്ത് ചിന്തിക്കുവാൻ കഴിയുന്നത്. 19 മുതൽ 24 വരെയുള്ളതായ ഭാഗം. ചാപ്റ്റർ 19 to 24. 7th പാർട്ട് എന്ന് പറയുന്നത് സമാഗമന കൂടാരം നിർമ്മിക്കുവാനുള്ളതായ കൽപ്പന. ദ കമാൻഡ്മെന്റ് ഓഫ് ഗോഡ് about the construction of tabernacle. ടബർനാക്കിളിന്റെ കൺസ്ട്രക്ഷന് ദൈവം കൊടുക്കുന്നതായ കൽപ്പനയാണ് ചാപ്റ്റർ 25 മുതൽ 27 വരെയും ഫ്രം 30 മുതൽ 31 വരെ. ഇടയ്ക്ക് ചില അധ്യായങ്ങളിൽ നമുക്ക് വേറിട്ടുള്ളതായ ചില കാര്യങ്ങൾ കാണുവാനായിട്ട് കഴിയും. അത് നമ്മൾ പുസ്തകം പഠിക്കുമ്പോൾ തുടർന്ന് പഠിക്കും. 8-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ദ കമാൻഡ്മെന്റ് റിഗാർഡിംഗ് ദി പ്രീസ്റ്റ്ഹുഡ്, പൗരോഹിത്യം സംബന്ധിച്ചതായ കൽപ്പനകൾ. 28, 29 അധ്യായങ്ങളാണ്. അപ്പൊ മനസ്സിലായിക്കോ, 7-ാമത്തെ ഭാഗവും 8-ാമത്തെ ഭാഗവും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതായ കാര്യങ്ങളാണ്. സമാഗമന കൂടാരത്തിന്റെ നിർമ്മിതിയാണ് 25 മുതൽ 27 വരെയെങ്കിൽ തുടർന്നുള്ള 2 അധ്യായങ്ങൾ സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷ നിർവഹിക്കേണ്ടതായ പുരോഹിതരെ കുറിച്ചുള്ളതായ കാര്യങ്ങളാണ്. 9-ാമത്തെ ഭാഗം നിയമങ്ങളും ദൈവിക ഇടപെടലുകളുമാണ്. അപ്പോ കൊടുത്തിരിക്കുന്നതായ ലോസ് ആൻഡ് എൻകൗണ്ടർ വിത്ത് ദ പീപ്പിൾ ആൻഡ് ഗോഡ്, അതാണ് നമുക്ക് 9-ാമത്തെ ഭാഗത്ത് കാണുവാനായിട്ട് കഴിയും. 10-ാമത്തെ ഭാഗത്ത് 10th പാർട്ട് എന്ന് പറയുന്നത് തിരുനിവാസവും അതിലെ ഉപകരണങ്ങളുടെയും നിർമ്മാണമാണ്. മേക്കിംഗ് ഓഫ് ടബർനാക്കിൾ ആൻഡ് ദി അതിനകത്തുള്ളതായ ഉപകരണങ്ങൾ, ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഇൻസൈഡ് ദി ടബർനാക്കിൾ. 11-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് 10-ാമത്തെ ഭാഗം ഫ്രം ചാപ്റ്റർ 25 to 38 ആണ്. 35 മുതൽ 38 വരെയുള്ളതായ അധ്യായങ്ങളാണ് തിരുനിവാസവും അതിലെ ഉപകരണങ്ങളെയും കുറിച്ചുള്ളതായ നിർമ്മിതിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ അധ്യായം. 11-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ദ ഡ്രസ് മെറ്റീരിയൽ ഓഫ് ദ പ്രീസ്റ്റ്, പുരോഹിതന്റെ വസ്ത്രത്തിന്റെ പ്രത്യേകതകളാണ് ചാപ്റ്റർ 39. ചാപ്റ്റർ 40 ദ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് പാർട്ട് 12 ആണ്. തിരുനിവാസവും പുരോഹിത വൃത്തിയും സംഗ്രഹം, അതിന്റെ ബ്രീഫ് ഓഫ് ദ പ്രീസ്റ്റ്ഹുഡ് ആൻഡ് ദ ടബർനാക്കിൾ. അതായത് കൺസ്ട്രക്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് സമാഗമന കൂടാരം നിവർത്തുന്നതും ദൈവത്തിന്റെ തേജസ്
ആ സമാഗമന കൂടാരത്തിന്റെ മേൽ ആവസിക്കുന്നതുമാണ് ലാസ്റ്റ് 12th പാർട്ട് എന്ന് പറയുന്നത്. ചാപ്റ്റർ 39 ആൻഡ് 39 ലാസ്റ്റ് പാർട്ടും 40. അപ്പോ ഈ ഒരു രീതിയിൽ നമ്മള് പുറപ്പാട് പുസ്തകം തിരിച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കി വായിക്കുന്നത് നന്നായിരിക്കും. അടുത്ത ഭാഗത്തേക്ക് പുറപ്പാട് പുസ്തകത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞതായ ചോദ്യമാണ് ദ റിലവൻസ് ഓഫ് എക്സഡസ് ടുഡേ. ഏതാണ്ട് 3500 വർഷങ്ങൾക്ക് മുമ്പ് മോശ എന്ന ദൈവപുരുഷനാൽ നൽകപ്പെട്ടതായ പുറപ്പാട് പുസ്തകത്തിന്റെ നിയമങ്ങളും ദൈവത്തിന്റെ ഇടപെടലുകളും ഇസ്രായേൽ ജനത്തിന്റെ യാത്രയും ഒക്കെ 3500 വർഷങ്ങൾക്ക് ശേഷം ശാസ്ത്രം ഇത്രത്തോളം വളർന്ന് അന്നത്തെ യാത്രാ ടെക്നിക്കുകളൊന്നും അല്ല ഇന്നുള്ളതായ യാത്രാ ടെക്നിക്കുകൾ. അന്നത്തെ ഇൻഫർമേഷൻ ടെക്നോളജി അല്ല ഇന്നത്തെ ഇൻഫർമേഷൻ ടെക്നോളജി. അന്നത്തെ വിസ്ഡം ലെവൽ അല്ല ഇന്നത്തെ വിസ്ഡം ലെവൽ. എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഒരു ഹയർ ലെവലിൽ എത്തി നിൽക്കുകയാണ്. അങ്ങനെയെങ്കിൽ ടുഡേസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമ്മൾ നോക്കിയാൽ, ഇന്നത്തെ കാഴ്ചപ്പാടിൽ നിന്ന് പുറപ്പാട് പുസ്തകത്തിലേക്ക് നോക്കിയാൽ അതൊരു പഴഞ്ചൻ പുസ്തകമായിട്ട് ഒരുപക്ഷെ തോന്നാം. എന്തിനാ ഇതൊക്കെ വായിക്കുന്നേ, എന്തിനാ ഇതൊക്കെ പഠിക്കുന്നേ? 3500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടതായ കാര്യം ഇപ്പോഴെന്താ അതിന്റെ പ്രത്യേകത എന്ന് പലരുടെയും ഉള്ളത്തിൽ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. എന്നാൽ മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങൾ, പുറപ്പാട് പുസ്തകത്തിന്റെ റെലവൻസ്, ടുഡേയ്സ് റെലവൻസ് ആണ്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ വേഗത്തിൽ നിന്ന് പറഞ്ഞു പോകാം. ഗോഡ് ഈസ് ആൾവേസ് ദ സെയിം എന്ന് മലാക്കി പ്രവചനത്തിലും എബ്രായ ലേഖനത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്കാണ് 10 വർഷത്തിന് മുമ്പുള്ള കാര്യം അല്ലെങ്കിൽ 1000 വർഷത്തിന് മുമ്പുള്ള കാര്യവും 1000 വർഷത്തിന് ശേഷമുള്ളതായ കാര്യങ്ങളും തമ്മിൽ വലിയ അന്തരം ഉണ്ട് എന്ന് തോന്നുന്നത് മനുഷ്യർക്കാണ്. കാരണം മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ആയുസ് ആയതുകൊണ്ടാണ്. പക്ഷേ ദൈവത്തിന് പാസ്റ്റ് എറ്റേണിറ്റി മുതൽ പ്രസന്റ് ഫ്യൂച്ചർ എറ്റേണിറ്റി വരെ, അതായത് ഭൂതകാല നിത്യത മുതൽ ഭാവികാല നിത്യത വരെയുള്ളതായ സകല കാര്യങ്ങളും ഇന്നെന്ന പോലെ ദൈവത്തിന്റെ മുമ്പിൽ സ്പഷ്ടമായി ദൈവം മുമ്പാകെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാസ്റ്റ് എറ്റേണിറ്റിയിലുള്ള കാര്യങ്ങളും ഫ്യൂച്ചർ എറ്റേണിറ്റിയുള്ളതായ കാര്യങ്ങളും ദൈവത്തിന് നന്നായി അറിയാം. ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ് എന്ന് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. അങ്ങനെയെങ്കിൽ 3500 വർഷത്തിന് മുമ്പ് ദൈവം പറഞ്ഞതായ അതേ കാര്യങ്ങൾക്ക് ദൈവം മുമ്പാകെ ഇന്നും പ്രസക്തിയുണ്ട്. നാം ഗൗരവമായ ഒരു കാര്യം ഉച്ചയ്ക്ക് പറഞ്ഞാൽ വളരെ ഗൗരവമായ ഒരു കാര്യമാണ് നാം നമ്മുടെ കുഞ്ഞുങ്ങളോട് ഉച്ചയ്ക്ക് പറയുന്നതെങ്കിൽ ഒരു 4 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ഒരിക്കലും അതിന്റെ പ്രാധാന്യം കുറച്ച് കാണത്തില്ല. കാരണം ഉച്ചയ്ക്ക് 12 മണിക്ക് പറയുന്നതായ കാര്യവും 4 മണിക്ക് പറയുന്നതായ കാര്യവും തമ്മിൽ സമയത്തിന് വലിയ വ്യത്യാസമില്ല. അപ്പൊ ഉച്ചയ്ക്ക് പറയുന്നതായ അതേ ഗൗരവത്തോടു കൂടി തന്നെയാണ് 4 മണിക്കും ആ കാര്യം കാണുന്നത്. ദൈവം മുമ്പാകെ ഈ 3500 വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാനും മിനിറ്റുകൾ പോലുമില്ല, സെക്കൻഡുകളുടെ വിനാഴികളുടെ ദൈർഘ്യം മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ 3500 വർഷമല്ല 35,000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യവും ഇന്നെന്ന പോലെ ദൈവത്തിന് മുമ്പിൽ പ്രധാനമാണെന്ന് മനസ്സിലാക്കണം. The way God dealt with his people in the time of Exodus is the same way he deals with his people now. പുറപ്പാട് 3500 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തന്റെ ജനത്തോട് എങ്ങനെയാണോ ഇടപെട്ടിരുന്നത് അതുപോലെ തന്നെയാണ് ഇന്നും ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ ജനത്തോട് ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. എലീമിലെ 70 ഈന്തപ്പനകളും 12 നീരുറവുകളും പാറയിൽ നിന്ന് പുറപ്പെട്ടതായ ജലവും ഹോരേബിൽ തകർക്കപ്പെട്ടതായ ക്രിസ്തുവും അതുപോലെ പാപം ചെയ്തവർക്ക് ന്യായവിധിയായി അയക്കപ്പെട്ടതായ അഗ്നിസർപ്പവും സീഹോനും ഓഗും തമ്മിലുള്ളതായ യുദ്ധവും മോവാബ്യരും ഇസ്രായേലും തമ്മിൽ നടന്നതായ ആ അവിഹിതങ്ങളും എല്ലാം
ഇന്നിന്റെ കാലഘട്ടങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനൊരിക്കലും കാലപ്പഴക്കമില്ല. അപ്പൊ നോക്കണം, അന്ന് ദൈവം എങ്ങനെയാണോ ഇടപെട്ടത് അതുപോലെ തന്നെയാണ് ഇന്നും തന്റെ ജനത്തോട് ദൈവം ഇടപെടുന്നത്. 3, വേർഡ്സ് ലൈക്ക് ലോ, പാസ്ഓവർ ആൻഡ് വർഷിപ്പ് ആർ ഫൗണ്ട് ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ് ടു, ഈവൻ ദോ വി ആർ നോ ലോങ്ങർ അണ്ടർ ദ ലോ ഓഫ് മോസസ്. നമ്മൾ മോശയുടെ ന്യായപ്രമാണത്തിന് കീഴല്ല എന്നുള്ള കാര്യം പൗലോസ് കൂടെ ഓർപ്പിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നിയമങ്ങൾ, അതുപോലെ ന്യായവിധികൾ, ദൈവത്തിന്റെ പെസഹ, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പുതിയ നിയമത്തിൽ അനുസ്യൂതം കാണുവാൻ, തീർമാനമായി കാണുവാനായിട്ട് കഴിയും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പോലും താൻ ക്രൂശിക്കപ്പെടുന്നതിന്റെ തലേന്ന് പെസഹ ആചരിച്ചത് നമുക്ക് തിരുവചനത്തിൽ 4 സുവിശേഷങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. അപ്പോ പഴയ നിയമത്തിലുള്ളതായ പ്രോംപ്റ്റായി കാണുന്ന പല വാക്കുകളും പുതിയ നിയമത്തിലും കർത്താവും അതുപോലെ അപ്പോസ്തലന്മാരും വളരെ ശക്തമായി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല എന്നിരിക്കലും അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ള കാര്യം കൂടെ നാം ഓർക്കണം. ഇനി അടുത്തത്, അത് മനസ്സിലാക്കുവാൻ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അത് പ്രധാനമായി തീർന്നത്? നാം കർത്താവുമായിട്ട് ബന്ധപ്പെടുന്നത് കൊണ്ടാണ്. പഴയ നിയമത്തിൽ യഹോവയായ ദൈവത്തിന്റെ പ്രവാചകന്മാരാൽ തുടർമാനമായി അരുളി ചെയ്തതും പഴയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങളും, ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള എല്ലാ പുസ്തകങ്ങളിലും സെൻട്രൽ പോയിന്റ് ആയിട്ട് നിറഞ്ഞു നിൽക്കുന്നതുമായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പുതിയ നിയമത്തിൽ തന്റെ ശിഷ്യന്മാരോട് തന്നെ കുറിച്ചുള്ളതായ തിരുവെഴുത്തുകൾ ന്യായപ്രമാണത്തിൽ നിന്ന് തെളിയിച്ചു കൊടുക്കുന്ന കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ അത് വളരെ സ്പഷ്ടമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് ശിഷ്യന്മാർ നടന്നു പോകുകയാണ്. കർത്താവിന്റെ ക്രൂശീകരണം കഴിഞ്ഞ് ഉയർപ്പിന്റെ അര ദിവസം രാവിലെ അവർ കടന്നു പോകുന്നത്. അവർ പോകുന്നതായ വഴിയിൽ കർത്താവ് അവരോട് ചേർന്ന് നടക്കുന്നതും അവരുടെ തർക്കവും വാദവും കേട്ടിട്ട് തന്നെ കുറിച്ചുള്ളതായ കാര്യങ്ങൾ മോശയുടെ ന്യായപ്രമാണത്തിൽ നിന്നും പ്രവാചക പുസ്തകങ്ങളിൽ നിന്നും എഴുത്തുകളിൽ നിന്നുമൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവരോട് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയും. അങ്ങനെ തന്നെ കുറിച്ചുള്ളതായ തിരുവെഴുത്ത് കർത്താവ് ആ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോ അവരുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നു എന്നാണ് അവർ പിന്നീട് പറഞ്ഞതായ സാക്ഷ്യം. അപ്പോ അവർക്ക് മനസ്സിലായി തങ്ങളോട് കൂടെ വരുന്നത് ആരാണെന്ന് മനസ്സിലാകുവാൻ തക്കവണ്ണം അവരുടെ കണ്ണ് പിന്നത്തേതിൽ ന്യായപ്രമാണത്തിൽ കൂടെ ന്യായപ്രമാണം മുഖാന്തരം തുറക്കപ്പെടുവാനിടയായ കാര്യം നമുക്ക് വായിപ്പാനായിട്ട് കഴിയും. എന്തുകൊണ്ടാ പ്രധാനം? കർത്താവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതായ കാര്യങ്ങൾ കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ താൻ അറുക്കപ്പെടണമെന്നും കുഞ്ഞാടിന്റെ രക്തത്താൽ ഇസ്രായേൽ ജനം വിടുവിക്കപ്പെട്ടതുപോലെ അനേകരുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് ക്രിസ്തു മരിച്ച് തന്റെ രക്തം സ്വർഗത്തിലെ തിരുനിവാസത്തിൽ കൊണ്ടുപോയി പരിഹാരമായി നൽകിയതെന്നും താൻ തന്നെയാണ് ആ ക്രിസ്തു എന്നുള്ളതായ കാര്യം ആ പെസഹായുടെ അല്ലെങ്കിൽ തുടർന്നുള്ളതായ യാഗങ്ങളുടെ ബന്ധത്തിൽ അതിന്റെ ബേസിൽ തന്നെ കുറിച്ചുള്ളതായ കാര്യങ്ങൾ ശിഷ്യന്മാർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത് കാണുവാനായിട്ട് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുറപ്പാട് പുസ്തകം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ കേന്ദ്ര പുസ്തകമാണ്. എക്സോഡസ് ഇസ് ദ സെൻട്രൽ ബുക്ക് ഓഫ് ദി Old Testament, because all the other books look back to the same book.
ടു അണ്ടർസ്റ്റാൻഡ് ദി റിഡംഷൻ. അതായത് പുറപ്പാട് പുസ്തകം മുതൽ മലാക്കി പുസ്തകം വരെയുള്ളതായ, അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകത്തിന് ശേഷം, അല്ലെങ്കിൽ മോശയുടെ ന്യായപ്രമാണത്തിന് ശേഷമുള്ളതായ സകല പുസ്തകങ്ങളും പെസഹ കുഞ്ഞാട് എന്നതായ വീണ്ടെടുപ്പിന്റെ ആ കേന്ദ്രബിന്ദു ആണെന്നുള്ളതായ കാര്യം ബാക്കിയുള്ളതായ പുസ്തകങ്ങളുടെ എഴുത്തുകാരെല്ലാം പുറപ്പാട് പുസ്തകത്തെ പുറകോട്ട് ചൂണ്ടിക്കാണിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. അത് എബേസ് ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, നമ്മുടെ പാപമോചനം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ രക്തത്താലാണ് എന്ന് അവിടെ പൗലോസ് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ പഴയ നിയമത്തിൽ പെസഹയാണ് വീണ്ടെടുപ്പിന്റെ പുറപ്പാട് പുസ്തകത്തിലെ പെസഹയാണ് വീണ്ടെടുപ്പിന്റെ കേന്ദ്രബിന്ദുവായി നിൽക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴോ വീണ്ടെടുപ്പിന്റെ കേന്ദ്രബിന്ദുവായി നിൽക്കുന്നത് കാൽവറിയിലെ ക്രൂശാണ്. The New Testament, the cross is the center and it is connected to the Exodus. ഏതാണ്ട് 6 മാസത്തിന് മുമ്പ്, 6 months before his crucifixion, Jesus was on Mount Hermon, traditionally called the Mount of Transfiguration, around 9 feet high. There he met Moses and Elijah. ഞാനത് പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകാം. ആ പുതിയ നിയമത്തിൽ കർത്താവിന്റെ ക്രൂശാണ് വീണ്ടെടുപ്പിന്റെ സെന്ററായി നിൽക്കുന്നത്, പുതിയ നിയമത്തിന്റെ സെന്ററായി നിൽക്കുന്നത്. അത് നമുക്കറിയാം പുറപ്പാട് പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയാ ബന്ധപ്പെട്ടിരിക്കുന്നത്? കർത്താവിന്റെ മരണത്തിന് 6 മാസത്തിന് മുമ്പാണ് കർത്താവ് 3 ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് മറുരൂപമലയിലേക്ക് കയറിപ്പോയത്. ആ ഭാഗങ്ങൾ മത്തായിയും ലൂക്കോസും വളരെ വ്യക്തമായും ക്ലിയറായും എഴുതിയിട്ടുണ്ട്. ആ പർവ്വതത്തിന്റെ മുകളിൽ അവരിയ്ക്കുമ്പോ അവരുടെ മുമ്പിൽ കർത്താവ് തേജസ്കരിക്കപ്പെടുകയാണ്. തേജസ്കരിക്കപ്പെടുന്നതായ കർത്താവിനോട് 2 സ്വർഗീയ പുരുഷന്മാർ ഇറങ്ങി വന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ശിഷ്യന്മാർ കാണുവാനിടയായി. അവർക്ക് യാതൊരു സംശയം തോന്നിയില്ല. അതിലൊരാൾ മോശയും മറ്റൊരാൾ ഏലിയാവുമായിരുന്നു എന്നുള്ളതായ കാര്യം അവർക്ക് യാതൊരു സംശയവുമില്ലാതെ തന്നെ വെളിപ്പെട്ടു. അവരെന്താ സംസാരിച്ചു കൊണ്ടിരുന്നത്? കർത്താവുമായിട്ട് സംഭാഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താ സംഭാഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നത് ഇതാണ്. ലൂക്കോസ് പറയുന്നത്, ലൂക്ക് says they spoke with him about his departure. അത് ഗ്രീക്ക് ഭാഷയിൽ എക്സോഡസ് എന്നാണത്. ഡിപ്പാർച്ചർ. എന്താ ഡിപ്പാർച്ചർ? ഭൂമിയിൽ നിന്ന് ഭൂമിയിലെ തന്റെ ശുശ്രൂഷ നിർവഹിച്ച അനന്തരം ഈ ഭൂമിയിൽ നിന്ന് തന്റെ ഡിപ്പാർച്ചർ, ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ ഡിപ്പാർച്ചർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് കർത്താവിന്റെ മരണത്തെ കുറിച്ചുള്ളതായ സംഭാഷണമാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് വായിപ്പാനായിട്ട് കഴിയും. സോ ദേ സ്പോക്ക് വിത്ത് അവർ ജീസസ് അബൌട്ട് എക്സോഡസ്, അല്ലെങ്കിൽ അബൌട്ട് ദ ഡിപ്പാർച്ചർ ഓഫ് ക്രൈസ്റ്റ്. ഡിപ്പാർച്ചർ എന്ന് പറഞ്ഞാൽ എക്സോഡസ് എന്ന് തന്നെയാണ്. അപ്പോ അത് യെരുസലേമിൽ വെച്ച് സംഭവിക്കണമെന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ നോക്കൂ, ആ എക്സോഡസ് എന്ന് പറയുന്നതായ പദം പുതിയ നിയമത്തിൽ എത്രത്തോളം പ്രധാനമർഹിക്കുന്നു. കർത്താവിന്റെ ജീവിതവുമായി അത് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ആ എക്സോഡസ് എന്ന പദം, ആ എക്സോഡസ് എന്നതായ ബുക്ക്, അതിന്റെ സകല സംഭവങ്ങളുമായി നാം ഓരോരുത്തരുമായും അനിഷേധ്യമായ ബന്ധമുണ്ട് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. അപ്പൊ പുറപ്പാട് പുസ്തകം വിശദമായി നാം പഠിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു നഷ്ടമാണ്. ക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ അറിയേണ്ടതുപോലെ നമുക്ക് അറിയുവാൻ കഴിയത്തില്ല. പുറപ്പാട് പുസ്തകം പഠിക്കുന്നതിന്റെ റിലവൻസ് അത് ടിൽ ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്, ആ സെയിം ഡേ വരെ അതിന് ഈ ഭൂമിയിൽ റിലവൻസ് ഉണ്ടായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് 3000 വർഷത്തിന് മുമ്പുള്ളതാണ്, പഴഞ്ചൻ പുസ്തകമാണ്, ഇസ്രായേലിന് കൊടുത്തതാണ്, മോശയാൽ എഴുതപ്പെട്ടതാണ്. ഞങ്ങളിപ്പോ താമസിക്കുന്നത് സയൻസ് ഇത്രത്തോളം പുരോഗമിച്ച ആധുനിക ലോകത്തിലാണെന്ന് പറഞ്ഞ്
പുറപ്പാട് പുസ്തകത്തെ നാം ഒരിക്കലും വില കുറച്ച് കാണരുത്. ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടന്റ് ബുക്ക് ഇൻ ദി ബൈബിൾ ഇൻ കണക്ഷൻ വിത്ത് ദ ന്യൂ ടെസ്റ്റമെന്റ് ചർച്ച് ഓൾസോ. ഇനി അടുത്തത്, ഇൻ ദ സെയിം വേ in the same way, the Passover lamb had been slaughtered for 1,500 years. Jesus, our Passover lamb, was slain at 3 p.m. on the day of Passover. അതായത് മോശയ്ക്ക് പ്രമാണം കൊടുക്കുന്നത് മുതൽ കർത്താവിന്റെ മരണം വരെയുള്ളതായ കാലഘട്ടം എന്ന് പറയുന്നത് 1500 വർഷമാണ്. ഈ 1500 വർഷവും ഓരോ വർഷവും ഇസ്രായേൽ ജനത്തിന് വേണ്ടി പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. 1500 വർഷവും പെസഹ കുഞ്ഞാട് ഇസ്രായേൽ മക്കളാൽ, അല്ലെങ്കിൽ 1500 വർഷവും അവർ നിയമത്തിന്റെ കീഴിലായിരുന്നു. അവർക്ക് ചെയ്യുവാൻ കഴിയുന്നിടത്തോളം ഈ 1500 വർഷവും, ഒരുപക്ഷെ പ്രവാസത്തിലായിരുന്നപ്പോൾ പെസഹ ആചരിച്ചു എന്ന് വരികയില്ല, പക്ഷെ അവർ ന്യായപ്രമാണത്തിന്റെ കീഴിലായിരുന്നു. അപ്പോ ആ 1500 വർഷവും അവർ ആ പാസ്ഓവർ ലാമ്പിനെ കുറിച്ച് ആചരിക്കുകയോ അതിനെക്കുറിച്ച് ധ്യാനിക്കുകയോ ആ ദിവസം അവർ പവിത്രമായി കരുതുകയോ ഒക്കെ ചെയ്തിരിക്കാം. നമുക്കറിയാം, പെസഹ കുഞ്ഞാട് അറുക്കപ്പെടുന്നത് സന്ധ്യായാഗത്തിന്റെ സമയം, പെസഹായുടെ ദിവസം സന്ധ്യായാഗത്തിന്റെ സമയത്തോടുള്ളതായ ബന്ധത്തിലാണ്. ഏതാണ്ട് പെസഹായുടെ ദിവസം ഉച്ച കഴിഞ്ഞ് 3 മണിയാകുമ്പോഴാണ് പെസഹ കുഞ്ഞാട് അറുക്കപ്പെടേണ്ടത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സീനായി മലയിൽ മോശ മുഖാന്തരം പ്രമാണം കൊടുക്കപ്പെട്ടതിന് ശേഷം 1500 വർഷം കഴിഞ്ഞ് 1500-ാമത്തെ വർഷം ആ പെസഹ കുഞ്ഞാട്, ക്രിസ്തു എന്നതായ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടതെന്നാണ്. കാൽവറി ക്രൂശിൽ താൻ ജീവനെ, തന്റെ പ്രാണനെ പിതാവിന് ഏൽപ്പിച്ചു കൊടുത്തത് എപ്പോഴാണ് നമുക്കറിയാം. ആ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് കർത്താവ് പിതാവിനോട് പറഞ്ഞു, പിതാവേ, എന്റെ ആത്മാവിനെ തൃക്കൈയിൽ പരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് തന്റെ ആത്മാവിനെ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. നോക്കിക്കേ, പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞതായ അതേ കാര്യം അതുപോലെ തന്നെ 1500 വർഷങ്ങൾക്ക് ശേഷം കാൽവറി ക്രൂശിൽ അത് നിവർത്തീകരിക്കപ്പെട്ടെങ്കിൽ ആ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് നാമെങ്കിൽ നമുക്ക് എത്രത്തോളം പ്രധാനമാണ് കർത്താവിന്റെ ക്രൂശുമരണം എന്നുള്ളത് നാം ഒരിക്കലും മറന്നു പോകരുത്. അങ്ങനെയെങ്കിൽ ആ ക്രൂശുമരണത്തിന് നിഴലായി നിൽക്കുന്ന പുറപ്പാട് പുസ്തകത്തിലെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ട അതിന്റെ ചരിത്രം പഠിക്കുമ്പോഴാണ് ക്രിസ്തുവിന്റെ പെസഹ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മരണത്തിന്റെ ആ വളരെ വലിയ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അത് വളരെ വ്യക്തമായി എബ്രായ ലേഖന കർത്താവ് പഴയ നിയമത്തിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും താന് എബ്രായ ലേഖനത്തിൽ വിവരിച്ചു പറയുമ്പോ ഈ പെസഹായുടെ കാര്യവും വളരെ ശക്തമായി തന്നെ എബ്രായ ലേഖന കർത്താവ് പറയുന്നുണ്ട്. ആ പുറപ്പാട് പുസ്തകത്തിന്റെ 11-ാം അധ്യായത്തിൽ നമുക്ക് പെസഹായുടെ സകല നിയമങ്ങളും അതിനകത്ത് കാണുവാനായിട്ട് കഴിയും. ഇനി നമ്മൾ മുന്നോട്ട് കടന്നു വരുമ്പോ മോശ ദാഹിച്ച് വരേണ്ടതായ ജനത്തിന് അവർ വെള്ളത്തിനായിട്ട് ചോദിച്ചപ്പോ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ഹോരേബിൽ ഉയർന്നു നിൽക്കുന്നതായ കരിമ്പാറമേൽ അടിച്ചാണ് എന്ത് ചെയ്തത്? മോശ തന്റെ ജനത്തിന് വെള്ളം കൊടുത്തത്. ഇത് ക്രിസ്തുവാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് യാതൊരു സംശയത്തിനും ഇടതരാത്ത വിധത്തിൽ, വേറെ ഒരു തർജ്ജിമയുടെയും ആവശ്യമില്ലാത്ത രീതിയിൽ, ഒരു പൊരുൾ തിരിക്കലിന്റെയും ആവശ്യമില്ലാത്ത രീതിയിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊരിന്ത്യർക്ക് എഴുതിയതായ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നമുക്ക് കാണാപ്പാടമായി അറിയാവുന്ന കാര്യമാണ്. അതുപോലെ പുറപ്പാട് പുസ്തകത്തിൽ നാം ഇനി പഠിക്കുവാൻ പോകുന്ന സമാഗമന കൂടാരമുണ്ട്. ആ സമാഗമന കൂടാരത്തിന്റെ ഔട്ടർ ഷെയ്ഡ് മുതൽ അതിന്റെ മോസ്റ്റ് ഇൻസൈഡ്
മോസ്റ്റ് ഇൻസൈഡ് ഹോളി ഓഫ് ദ ഹോളി പ്ലേസ് വരെയുള്ള എല്ലാ ഇടങ്ങളിലും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ക്രിസ്തു നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ക്രിസ്തുവും ക്രിസ്തുവിന്റെ ശുശ്രൂഷയും അവിടെ നിറഞ്ഞു നിൽക്കുന്നത് കാണുവാൻ കഴിയും. കർത്താവ് ആരാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ സമാഗമന കൂടാരത്തിന്റെ ഉപകരണങ്ങളെ കുറിച്ച്, സമാഗമന കൂടാരത്തിന്റെ വിഭാഗങ്ങളെ കുറിച്ച്, സമാഗമന കൂടാരത്തിലേക്ക് വരുന്നതിന്റെ ആ പ്രത്യേകതകളെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇന്നത്തെ ആരാധന വികലമായി പോകുന്നത്. ഇന്നത്തെ വിശ്വാസം പലരുടെയും താളടിയായി പോകുന്നത്. പഴയ നിയമത്തിന് ദൈവം കൊടുത്തതായ പ്രമാണം അടിസ്ഥാനമായി സ്വീകരിക്കേണ്ടതിന് പകരം ഓരോരുത്തരും അവരവരുടെ ഐഡിയകളും അവരവരുടെ സാഹചര്യങ്ങളും അവരവരുടെ പരിചയവും അവരവരുടെ മിടുക്കും കാണിക്കുവാൻ ആലയത്തിൽ കാണിച്ചു കൂട്ടുന്നതായ ആ പ്രകടനങ്ങൾ പലപ്പോഴും പുതിയ നിയമ ആരാധനയെ വികലമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഉപയോഗശൂന്യമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, അത് കണ്ട് ദൈവം ആലയത്തിൽ നിന്ന് പുറത്തുപോയി നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥമായി പ്രമാണം മനസ്സിലാക്കുന്ന ഒരു ദൈവ പൈതൽ ആരാധന എങ്ങനെയാണെന്നും എന്തിനാണ് ആരാധന ആലയത്തിലേക്ക് വരുന്നതെന്നും ആരാധന ആലയത്തിൽ ദൈവവുമായിട്ടുള്ളതായ ബന്ധം എങ്ങനെ സ്ഥാപിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കുന്നത് സമാഗമന കൂടാരത്തിൽ കൂടിയാണ്. അത് ഇന്ന് രാത്രിയിൽ നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. അതിനെക്കുറിച്ചുള്ളതായ വിശദമായ ഒരു പഠനം നമുക്ക് മുമ്പിലുണ്ട്. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. സമാഗമന കൂടാരം എന്തിനു വേണ്ടിയാണ് ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തത്? ദൈവത്തിന്റെ പ്രത്യേകത ഇതാണ്. Just as the tabernacle was God's dwelling among his people, Jesus is now our tabernacle. And John says, the word became flesh and dwelt among us. സമാഗമന കൂടാരം ഇസ്രായേൽ മക്കളുടെ പാളയത്തിന്റെ നടുക്ക് പണിയണമെന്ന് പറയാൻ കാരണം ദൈവത്തിന്റെ സാന്നിധ്യം ഇസ്രായേൽ മക്കളുടെ നടുവിൽ ഇസ്രായേൽ മക്കളോട് കൂടെ പാർക്കേണ്ടതിന് വേണ്ടിയാണ് അത് കൽപ്പന കൊടുത്തത്. സമാഗമന കൂടാരം ഉയർത്തപ്പെട്ട് കഴിഞ്ഞപ്പോ ദൈവത്തിന്റെ തേജസ് അതിനുള്ളിൽ, അതിന്റെ മേലും അതിനുള്ളിലുമായി അങ്ങനെ ദൈവം ഇസ്രായേൽ പാളയത്തിന്റെ നടുവിൽ വസിക്കുവാനുള്ളതായ ഒരു ക്രമീകരണം ദൈവം തന്നെ അവർക്ക് കൊടുക്കുവാനിടയായി. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴോ യോഹന്നാൻ പറയുന്നത് വചനം എന്തായി മാറി? വചനം ജഡമായി മാറി നമ്മുടെ ഇടയിൽ പാർത്തു. കർത്താവായ യേശുക്രിസ്തു ജഡാവതാരമെടുത്ത് ഈ ഭൂമിയിൽ നമ്മുടെ ഇടയിൽ പാർത്തത് സമാഗമന കൂടാരം ഇസ്രായേൽ മക്കളുടെ ഇടയിൽ പണിതതായ സമാഗമന കൂടാരത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം വസിച്ചതിനെ കാണിക്കുകയാണ്. മാത്രമല്ല കർത്താവ് തന്നെ പരിചയപ്പെടുത്തുമ്പോ, ഞാൻ ആര് എന്ന് കർത്താവ് പരിചയപ്പെടുത്തുമ്പോ ഈ സമാഗമന കൂടാരമാണ് ഞാനെന്ന് കർത്താവ് ഒരിക്കൽ വ്യക്തമായി പറയുവാനായിട്ടിടയാൽ. ഞാൻ ഒരിക്കൽ അത് പ്രസംഗിച്ച ഒരു കാര്യമാണ് എന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഡയഗ്രമൊക്കെ കാണിച്ചിട്ട്. അപ്പോ സമാഗമന കൂടാരം ആരാണ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, അത് ക്രിസ്തു തന്നെയാണ് എന്നുള്ളത് കർത്താവ് തന്നെ പറഞ്ഞ കാര്യമാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ പുറപ്പാട് പുസ്തകത്തിലെ ഏത് കാര്യമാണ് ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെടാത്തതെന്ന് ചോദിച്ചാൽ ഒരു കാര്യവുമില്ല. ക്രിസ്തുവുമായി ബന്ധപ്പെടാത്ത ഒരു കാര്യവുമില്ല പുറപ്പാട് പുസ്തകത്തിൽ. പുറപ്പാട് പുസ്തകത്തിന്റെ ആദ്യം മുതൽ അന്ത്യം വരെ ക്രിസ്തുവിനെ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ പുറപ്പാട് പുസ്തകം ശരിയായി മനസ്സിലാക്കിയില്ല എങ്കിൽ ദുഃഖത്തോടുകൂടെ നമുക്ക് പറയേണ്ടി വരും, എനിക്ക് ക്രിസ്തുവിനെ അറിയില്ല എന്ന് നാം പറയാതെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് പഴയ നിയമത്തിന്റെ പുസ്തകങ്ങളെല്ലാം വളരെ ആഴമായി തന്നെ നമ്മൾ പഠിക്കണം എന്ന് ചിന്തിക്കുവാൻ കാരണം അതിനായി കർത്താവ് തന്നിരിക്കുന്ന അവസരവും. ഒടുവിൽ ചില കാര്യങ്ങളും കൂടെ പറഞ്ഞ് ഞാൻ ആ ടോപ്പിക്ക് വിടുകയാണ്. പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് പുസ്തകത്തിലെ അനേക സംഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആദ്യം മുതൽ തന്നെ മിസ്രൈമിൽ വെച്ച് നടക്കുന്നതായ സംഭവങ്ങൾ മുതൽ
ഇസ്രായേലിന്റെ മേൽ വരുന്നതായ ബാധ തുടങ്ങി, ഇസ്രായേൽ മക്കളുടെ വീണ്ടെടുപ്പ്, ഇസ്രായേൽ മക്കളുടെ ഇസ്രായേലിലേക്കുള്ളതായ യാത്ര, പിന്തുടർന്നു വരുന്നതായ ഫറവോനും ഇസ്രായേലും തമ്മിൽ അടുക്കാതെ വണ്ണം ദൈവം അവരുടെ ഇടയ്ക്ക് ചെയ്യുന്നതായ പ്രവൃത്തി, ചെങ്കടൽ കടക്കുന്നത് എന്ന് തുടങ്ങി ഓരോ കാര്യങ്ങളും പുതിയ നിയമവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഉദാഹരണത്തിന് 1-2 കാര്യം മാത്രമേ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളൂ. എല്ലാ വിഷയങ്ങളും നമ്മൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞൊരു വലിയ ലിസ്റ്റ് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. നോക്കിക്കേ, അവര് ചെങ്കടലിന്റെ തീരത്ത് വന്ന് നിൽക്കുമ്പോ ചെങ്കടൽ കടന്നത് എങ്ങനെയാന്ന് നമുക്കറിയാം. ഭയപ്പെട്ട് ഇറങ്ങുവാനായിട്ട് ചെങ്കടലിന്റെ ആ തെളിഞ്ഞ മാറ്റപ്പെട്ടതായ ആ വീതിയിലേക്ക്, രാജവീതിയിലേക്ക്, ചെങ്കടൽ നടുവിലേക്ക് ഇറങ്ങുവാൻ ഭയപ്പെട്ടിരുന്നതായ ഇസ്രയേലിനെ ദൈവം എന്ത് ചെയ്തു? അവർക്ക് ധൈര്യം പകർന്ന് ദൈവത്തിന്റെ ഭുജം അവരെ കാണിച്ച് അവരെ ഇറക്കിയ സംഭവം തൽമൂദിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവം ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പോ നീട്ടിയ ഭുജം കൊണ്ടും ഞാൻ ഇസ്രായേൽ മക്കളെ വിടുവിച്ചു എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ അത് അങ്ങനെ തന്നെയാണ്. അതിനകത്ത് ലിറ്ററൽ മീനിങ് എടുത്താലും സ്പിരിച്വൽ മീനിങ് അല്ല, അല്ലെങ്കിൽ അതൊരു മെറ്റഫോറിക്കൽ മീനിങ്, ഒരു ആലങ്കാരിക ഭാഷയല്ല. അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. ദൈവത്തിന്റെ വലിയ ഭുജം അവരെ കാണിച്ചാണ് അവരെ ചെങ്കടലിൽ കൂടെ ധൈര്യത്തോടെ അപ്പുറത്തേക്ക് പോകുവാൻ അവർക്കിടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. അതെന്താണ് എന്ന് കൊരിന്ത്യ ലേഖനത്തിൽ നമുക്ക് വായിപ്പാനായിട്ട് കഴിയും. അവരെല്ലാവരും മേഘത്തിൽ കൂടെ കടന്നു. അത് പുതിയ നിയമത്തിന്റെ സ്നാനത്തെ കാണിക്കുന്നു എന്ന് പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം നമുക്കറിയാം. അതുപോലെ അവരെ പിന്തുടർന്ന ഒരു പാറയെ കുറിച്ചാണ് കാണുന്നത്. സ്റ്റേഷനറിയായി നിങ്ങൾ പൊയ്ക്കോ, ആ പാറ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മടങ്ങി ഈ പാറ നിൽക്കുന്ന ഇടത്തേക്ക് വരണമെന്നല്ല പറഞ്ഞത്. അവർ പോകുന്ന ഇടത്തെല്ലാം അവരെ അനുഗമിച്ചിരുന്നതായ പാറ എന്നാണ് പൗലോസ് പറഞ്ഞത്. അപ്പോ അവരെവിടെ പോയാലും ആ പാറയിൽ നിന്ന് പുറപ്പെടുന്നതായ വെള്ളം അവർക്ക് കിട്ടത്തക്ക രീതിയിലാണ് പാറ അവരെ അനുഗമിച്ചുകൊണ്ടിരുന്നത്. ആ പാറ ആരായിരുന്നു? ആ പാറ ക്രിസ്തുവാണ് എന്ന് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനിയും പെസഹായാണെങ്കിലും കർത്താവ് തന്റെ മേശയുടെ ശുശ്രൂഷ സ്ഥാപിക്കുന്നതായ ആ വിശദമായ കാര്യം നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ പഠിക്കുവാനായിട്ട് കഴിയും. 13-ാം അധ്യായം വിശദമായി പഠിക്കുമ്പോ പെസഹായുടെ എന്തെല്ലാം ആചാരങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ടോ അതെല്ലാം കർത്താവ് ആ ദിവസം നിവർത്തിക്കുന്നതായിട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ ആ പാസ് ഓവർ അല്ലെങ്കിൽ പെസഹായുടെ തുടർച്ച എന്ന വണ്ണമാണ് കർത്താവ് തന്റെ മേശ സ്ഥാപിക്കുന്നത്. പെസഹായ അല്ല കർത്താവിന്റെ മേശ, പക്ഷെ പെസഹായുടെ തുടർച്ചയായിട്ടാണ് കർത്താവ് മേശ സ്ഥാപിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ പെസഹായുടെ 4 സെക്ഷൻ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ 4 സെക്ഷനിൽ 3-ാമത്തെ സെക്ഷനിൽ വെച്ച് കർത്താവ് പെസഹ നിർത്തി. എന്നിട്ട് ഇത് ഞാൻ വരുന്നതുവരെയും നിങ്ങൾ ഇതിനെ ആചരിക്കണമെന്ന് പറഞ്ഞ് കർത്താവിന്റെ തിരുമേശയായി പുതിയ നിയമസഭയ്ക്ക് ചെയ്യുവാനായി കർത്താവ് കൊടുത്തതായ അതിന്റെ പ്രമാണമാണ് കർത്താവിന്റെ മേശ. അത് പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത പെസഹായുടെ പിന്തുടർച്ചയായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇങ്ങനെ പുറപ്പാട് പുസ്തകത്തിലെ അനേക കാര്യങ്ങൾ നമുക്ക് പുതിയ നിയമത്തിന്റെ നിയമങ്ങളുമായി, പുതിയ നിയമത്തിന്റെ തത്വങ്ങളുമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ ഇനി ആരുടെ ഹൃദയത്തിനകത്തും ഒരു ചോദ്യം വരരുത്, എന്തിനാ നമ്മൾ പുറപ്പാട് പുസ്തകം പഠിക്കുന്നത് എന്ന് വരരുത്. ഇതുപോലെ തന്നെയാണ് ലേവ്യ പുസ്തകവും, ഇതുപോലെ തന്നെയാണ് സംഖ്യാപുസ്തകവും. അതിനകത്തൊക്കെ എന്തെല്ലാം ആത്മീയ ആഴമേറിയ അർത്ഥങ്ങളുണ്ടെന്നറിയാമോ? നമുക്ക് പഴയ നിയമം കഥ വായിക്കുന്നതിനെ കൊണ്ട് വായിച്ചു പോകുകയുള്ളൂ.
അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ സ്പിരിച്വൽ മെസ്സേജ് പുതിയ നിയമത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവുമായി ഒന്ന് കൂട്ടിച്ചേർത്ത് ചിന്തിക്കുമ്പോഴാണ് കർത്താവിനോടുള്ളതായ ബന്ധം ആഴമായി കൂടുവാനിടയായിട്ട് തീർന്നതും ദൈവവചനത്തെ അദമ്യമായി നമുക്ക് സ്നേഹിപ്പാനിട വരുന്നതും അത് പ്രമാണിക്കുവാനുള്ളതായ വലിയ താല്പര്യം നമ്മുടെ ഹൃദയത്തിൽ ഉരുവാകുന്നത്. ആ പ്രമാണം കൊടുത്തിട്ട് യഹോവയായ ദൈവം പറഞ്ഞു, ഈ പ്രമാണം അനുസരിക്കാത്തവനെ എന്ത് ചെയ്യണം? എന്റെ ജനത്തിന്റെ ഇടയിൽ നിന്ന് ഛേദിച്ച് കളയണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ആ പ്രമാണത്തിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുത്തിട്ട് മോശ നമ്മുടെ ദൃഷ്ടിയിൽ ഒരു ചെറിയ കാര്യം, അത് ന്യായപ്രമാണം ലംഘിക്കുന്നതായ വിധത്തിൽ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പോലും നമ്മുടെ ദൃഷ്ടിയിൽ അത് വളരെ നിസ്സാരമാണ്. ചെയ്യുന്നതായ കാര്യം പോലും ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കുവാൻ, വധശിക്ഷ കൊടുക്കുവാൻ നിർബന്ധിതമായിരുന്നു എങ്കിൽ ഈ പ്രമാണം മനസ്സിലാക്കിയിട്ടും ഇത് നാം മനഃപൂർവമായി അവഗണിച്ച് മുന്നോട്ട് പോകുന്ന നമ്മൾക്ക് എത്രയധികം ക്യാപിറ്റൽ പണിഷ്മെന്റ് അർഹരാണ് എന്നുള്ള കാര്യം നാം ചിന്തിക്കണം. ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ, പ്രമാണമൊക്കെ കൊടുത്തിട്ട് ഒരു ദിവസം രാവിലെ നോക്കിയപ്പോഴുണ്ട് ശബത്തിന്റെ അന്ന് ഒരുവൻ കാലത്തെ വിറക് പെറുക്കാൻ പോയിരിക്കുക. ജനമെല്ലാം നോക്കിയപ്പോ ഉണ്ട് ഒരുവൻ നിന്ന് വിറക് പെറുക്കുകയാണ്. അപ്പോ ഓടി മോശയെടുത്ത് വന്നു, ശബത്തിൽ വേലയൊന്നും ചെയ്യരുതെന്നല്ലേ പറഞ്ഞേക്കുന്നേ, ഇതാ ഒരുത്തന്ന് വിറക് പെറുക്കുന്നു, അവൻ ഇവനാണെന്ന് പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ട് സമാഗമന കൂടാരത്തിൽ മോശയുടെ അടുത്ത് വന്നു. മോശ കൊടുത്തത് ന്യായപ്രമാണം എല്ലാം ഇങ്ങനെ പലപ്രാവശ്യം വായിച്ചു നോക്കി. ആ ന്യായപ്രമാണത്തിൽ എങ്ങും വിറക് പെറുക്കുന്നവൻ എന്ത് ചെയ്യണമെന്ന് എഴുതിയിട്ടില്ല. എന്താ എഴുതിയിട്ടില്ലല്ലോ, അതുകൊണ്ടങ്ങ് വെറുതെ വിട്ടേക്കാം എന്ന് മോശ വിചാരിച്ചില്ല. അവനെ അവിടെ പിടിച്ചു നിർത്തി. എന്നിട്ട് മോശ സമാഗമന കൂടാരത്തിന്റെ അകത്തേക്ക് ചെന്നു. യഹോവയായ ദൈവത്തോട് ചോദിച്ചു, ഇങ്ങനെ ഒരു കേസ് എന്റെ മുമ്പിൽ വന്നു, ദൈവമേ ഞാൻ എന്ത് ചെയ്യണം? ഇന്നാണെങ്കിലോ പ്രൈസ് ദി ലോർഡ്, ആദ്യം കൊണ്ടുവന്നെ മുഖം നോക്കും, അവന്റെ പേഴ്സിന്റെ കനം നോക്കും, അവന്റെ പൊക്കം നോക്കും, അവന്റെ അഭ്യാസമൊക്കെ ഒന്ന് നോക്കും, അവന്റെ പ്രാധാന്യമൊക്കെ ഒന്ന് ചിന്തിക്കും, അവന്റെ കുടുംബം നോക്കും, ഒത്തിരി കാര്യങ്ങൾ നോക്കിയിട്ട് നീ വിറകല്ലേ പെറുക്കിയുള്ളൂ, വേറെ ഒന്നും പെറുക്കിയില്ലല്ലോ എന്ന് പറഞ്ഞ് കണ്ണടച്ചവനെ വെറുതെ. ഇന്ന് കാണപ്പെടുന്നതെല്ലാം അങ്ങനെയാ. പ്രമാണത്തിനാരും വില കൊടുക്കത്തില്ല. വില കൊടുക്കുന്നതെല്ലാം മനുഷ്യന്റെ മുഖത്തിനും അവന്റെ സ്ഥാനത്തിനും അവന്റെ മാന്യതയ്ക്കും അവന്റെ പേഴ്സിന്റെ കരുത്തിനുമാണ് മനുഷ്യൻ വില കൊടുക്കുന്നത്. പക്ഷേ മോശ അന്ന് അങ്ങനെ ചെയ്തില്ല. ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്കിഷ്ടം പോലെ ചെയ്യാം എന്ന് പറഞ്ഞ് മോശ അവിടെ ഒരു വിധികർത്താവ് ആയതുമില്ല. നമ്മളാണെങ്കിൽ അങ്ങനെ ചെയ്തേനമായിരുന്നു. എനിക്ക് ഇത്രയും വർഷത്തെ പരിചയമുണ്ട്, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ദൈവവുമായി ഇത്ര അടുത്ത ബന്ധമുണ്ട്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും ദൈവം അത് അംഗീകരിക്കും എന്നുള്ള ചിന്താഗതിയിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നാം ഓരോന്ന് വിധി കൽപ്പിക്കും. പക്ഷെ മോശ എങ്ങനെ ചെയ്തില്ല. ഇത്രത്തോളം ദൈവവുമായിട്ട് അടുപ്പമുണ്ടായിരുന്ന മോശ, ദൈവവുമായിട്ട് ഇത്രത്തോളം ചേർന്ന് നിൽക്കുന്നതായ മോശ എന്ത് ചെയ്തില്ല? മോശ ഒരിക്കലും തന്റെ സ്വന്തം തീരുമാനമെടുത്തില്ല. യഹോവയായ ദൈവത്തോട് ചോദിച്ചു. ദൈവം പറഞ്ഞു, ഇവൻ ശബത്തിനെ ലംഘിച്ചിരിക്കുകയാണ്, ഞാൻ കൊടുത്ത കൽപ്പന ലംഘിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. നമ്മൾ വിചാരിക്കും ഇത്ര നിഷ്ഠൂരമായ ഒരു കൽപ്പന, ഒരു ദൈവമില്ലാത്ത ദൈവമാണോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് തന്നെ നിയമം വിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ നിയമം, ദൈവത്തിന്റെ ഉപദേശം, ദൈവത്തിന്റെ വചനം നമ്മുടെ മുമ്പിൽ വ്യക്തമായി വരച്ച് കിട്ടിയിരിക്കെ നമ്മുടെ ഇഷ്ടം പോലെ, നമ്മുടെ സമയത്തിനനുസരിച്ച്, നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച്, നമ്മുടെ ചിന്തയ്ക്കനുസരിച്ച്, നമ്മുടെ പരിചയത്തിനനുസരിച്ച് നാം പലതും വിട്ടുകളഞ്ഞിട്ട് ദൈവസന്നിധാനത്തിലിരിക്കുമ്പോ ദൈവം എങ്ങനെ നമ്മോട് പ്രസാദിക്കുമെന്ന് ഇന്ന് രാത്രി നാം ശാന്തമായി ചിന്തിക്കേണ്ടതുണ്ട്. ന്യായപ്രമാണത്തിൽ അപ്പോഴപ്പോൾ ശിക്ഷ കൊടുക്കുന്നത് കൊണ്ട് അതിന് ജനത്തിന്റെ ഇടയിൽ ഗൗരവമുണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ
കൃപാകാലയളവായതുകൊണ്ട് ശിക്ഷയെല്ലാം ഒടുവിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് എന്നതുകൊണ്ട് ശിക്ഷ മാറ്റപ്പെടുകയില്ല. ആ നാളിൽ, ശിക്ഷ കൊടുക്കുന്നതായ നാളിൽ നിന്ന് തെറ്റി ഒഴിയാതെ വണ്ണം ആ തെറ്റുകളുടെ എല്ലാം ശിക്ഷ നമ്മുടെ മേൽ തലകുന്നിക്കുകയാണ്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ടതായ ഒരു വ്യക്തി പോലും ദൈവവചനത്തിന് വിരുദ്ധമായി ചെയ്യുവാൻ ദൈവം അനുവദിക്കുന്നില്ല. ഞാൻ എന്താ സ്നാനപ്പെട്ടു എന്ന് പറയാൻ കാരണം, സ്നാനപ്പെട്ടവർ മാത്രമേ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ പുതിയ നിയമത്തിന്റെ ഉപദേശപ്രകാരം അനുവദിക്കുന്നുള്ളൂ. അത് വളരെ കൃത്യമാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ സ്നാനപ്പെട്ടതായ വ്യക്തി ദൈവവചനത്തിന് വിരുദ്ധമായി നീങ്ങിയാൽ അവന്റെ മേൽ ശിക്ഷാവിധിയുണ്ട്. അവനായാലും അവളായാലും ശിക്ഷാവിധിയുണ്ട്. ആ ശിക്ഷാവിധി ദൈവം ഇന്നെന്നെ ശിക്ഷിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അത് ശരിയാണ്, ദൈവം അത് അംഗീകരിച്ചു എന്ന് വിചാരിക്കരുത്. ശിക്ഷ നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അത് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ ഒരു വ്യക്തി എന്നുള്ളതായ നിലയിൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയോട് ദൈവം കാണിക്കുന്നതായ സ്നേഹം വളരെ വലുതാണ്. ആ സ്നേഹം മാനസാന്തരത്തിന്, ദൈവത്തിന്റെ ആ ദയയുണ്ടല്ലോ, മാനസാന്തരത്തിന് വഴിതെളിക്കുകയാണ്. മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ ഓരോ ദിവസവും ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മറ്റുള്ളവരോട് കയർക്കുമ്പോഴോ, മറ്റുള്ളവരോട് റൂഡായിട്ട് സംസാരിക്കുമ്പോഴോ, അനുസരണക്കേട് കാണിക്കുമ്പോഴോ, ദേഷ്യം കാണിക്കുമ്പോഴോ, പക കാണിക്കുമ്പോഴോ, മറ്റുള്ളവരെ ചതിക്കുവാനുള്ള, മറ്റുള്ളവരെ പറ്റിക്കുവാനുള്ള, മറ്റുള്ളവരുടെ മുമ്പിൽ വ്യാജം കാണിക്കുവാനുള്ളതായ കാര്യങ്ങൾ ഒരുങ്ങി വരുമ്പോൾ നാം നമ്മെ ശ്രദ്ധിക്കണം. ദൈവം ഒരുവൻ നോക്കുന്നുണ്ട്. അത് അക്കമിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. ചെയ്തതായ കുറ്റങ്ങൾ നമ്പരിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. റിപ്പീറ്റ് ചെയ്യുവാൻ ഇടയാകരുത്. കുറച്ച് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റു ചെയ്യുന്നത് തെറ്റാണ് എന്ന് ബോധ്യം വരാത്ത രീതിയിൽ ആ തെറ്റ് ശരിയാണെന്നുള്ളതായ ബോധ്യത്തിലേക്ക്, വഞ്ചനയുടെ സ്പിരിറ്റ് ഓഫ് ഡിസെപ്ഷനിലേക്ക് നാം മാറ്റപ്പെടും. ശ്രദ്ധിക്കണം. ദൈവവചനത്തിന്റെ പ്രമാണം വ്യക്തമായി എഴുതി തന്നിരിക്കെ, കുടുംബത്തിനുള്ളതായ പ്രമാണം വ്യക്തമായി എഴുതി തന്നിരിക്കെ, വിശ്വാസികളുടെ പ്രമാണം വ്യക്തമായി എഴുതി തന്നിരിക്കെ നാം അതിൽ നിന്ന് വ്യതിചലിച്ചാൽ ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കും, വീണ്ടും ഓർപ്പിക്കും, ഓർപ്പിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ അതൊരു പരിധി വരെ മാത്രമേ ഉള്ളൂ. വചനം പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് എല്ലാ കാലത്തും എന്ത് ചെയ്യുകയില്ല, വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. ചില ഒരു പരിധി എത്തുമ്പോ നീ ചെയ്യുന്ന വഴി കൂടെ നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് ദൈവം അതിനെ മാറ്റി നിർത്തും. മാറ്റി നിർത്തുമ്പോ ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ്, ഞാൻ ചെയ്യുന്നതാണ് ശരി, ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി എന്നുള്ളതായ നിലയിലേക്ക് വരും. ആരെന്തു പറഞ്ഞാലും അംഗീകരിക്കുവാൻ കഴിയാത്ത രീതിയിൽ മനസ്സ് അതുമായിട്ട് കഠിനപ്പെട്ടു പോകും, റിജിഡായി പോകും. ദൈവത്തിന്റെ ദയ ഒരിക്കലും ആ ഹൃദയത്തിലേക്ക് കടന്നു വരികയില്ല. പ്രൈസ് ദി ലോർഡ്. മാനസാന്തരത്തിലേക്ക് വീണ്ടും കടന്നു വരുവാൻ കഴിയാത്ത വിധത്തിൽ ആ മനസ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം, നമ്മുടെ ആ ബുദ്ധിമണ്ഡലം എന്ന് പറയുന്ന റിജിഡായിട്ട് അങ്ങ് മാറും. അതുകൊണ്ട് പാപത്തിൽ തന്നെ തുടർന്നു പോകും. അവർക്ക് ശിക്ഷാവിധി അല്ലാതെ വേറൊന്നും വരികയില്ല. അതുകൊണ്ട് സമയാസമയങ്ങളിൽ കിട്ടുന്നതായ മുന്നറിയിപ്പുകൾ, ചെയ്യുന്നതായ കാര്യങ്ങൾ തെറ്റാണ് എന്ന് മാതാപിതാക്കളോ ഗുരുക്കന്മാരോ സഭാ ശുശ്രൂഷകന്മാരോ എൽഡേഴ്സോ സഹവിശ്വാസികളോ ഏതെങ്കിലും രീതിക്ക് ബോധ്യം വരുമ്പോ ദൈവം എന്നോട് കാണിക്കുന്ന ദീർഘമായ ദയയാണെന്ന് മനസ്സിലാക്കി മാനസാന്തരപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കണമെന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടതായ കാര്യം. ദൈവമായ കർത്താവ് അതിനായിട്ട് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ പുസ്തകത്തിലേക്ക് കടന്നു വരികയാണ്.
1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഇസ്രായേൽ മക്കൾ ഈജിപ്തിലാണ്. നമ്മൾ നേരത്തെ പഠിച്ചു ഉൽപ്പത്തി പുസ്തകത്തിന്റെ അവസാനവും പുറപ്പാട് പുസ്തകത്തിന്റെ ആരംഭവും തമ്മിൽ ഏതാണ്ട് 400 വർഷത്തെ ഗ്യാപ്പുണ്ട്. 350-നും 400-നും ഇടയ്ക്കുള്ളതായ വർഷത്തെ ഗ്യാപ്പുണ്ട്. ഇവിടെ ഒന്നും ദൈവം അവരോട് ഇടപെട്ടതായി കാണുന്നേയില്ല. ദൈവത്തിന്റെ ഒരു ശബ്ദമാകട്ടെ, ദൈവത്താൽ അയക്കപ്പെട്ടതായ ഒരു പ്രവാചകനാകട്ടെ, ആരും ഇസ്രായേലിലേക്ക് വന്നു എന്നോ ഇസ്രായേലുള്ളതായ ജനവുമായിട്ട് സംസാരിച്ചോ എന്നൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഇസ്രായേൽ ചരിത്രത്തിൽ അങ്ങനൊന്നും കാണുവാനേ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇസ്രായേൽ ഡ്യൂറിംഗ് ദ പീരീഡ് ബിറ്റ്വീൻ ദ ലാസ്റ്റ് ഓഫ് Genesis and the beginning of Exodus can be considered as a silent period. ഒരു നിശബ്ദ കാലഘട്ടമായി, ഒരു സൈലന്റ് പീരീഡ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ദൈവം ഇടപെടാത്തതായ ഒരു സൈലന്റ് പീരീഡ്. പക്ഷേ ഞാൻ പറയട്ടെ, അത് സൈലന്റ് പീരീഡ് ആയിട്ട് നമുക്ക് വെളിയിൽ നിന്ന് കാണുവാൻ കഴിഞ്ഞാലും ദൈവം അങ്ങനെയായിരുന്നില്ല. ആ സൈലന്റ് പീരീഡിലും സൈലന്റ് പീരീഡാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നതായ, സ്വന്തം ജനത്തിന് പോലും തോന്നുന്നതായ ആ സമയത്തിനുള്ളിൽ ദൈവം ഒരു വലിയ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണെന്നറിയാമോ? അബ്രഹാമിന് കൊടുത്തതായ വാഗ്ദത്തം അത് നിറവേറേണ്ടതിന് ജനത്തിൽ ഒരു പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അബ്രഹാമിന് എന്താ വാഗ്ദത്തം കൊടുത്തത്? ഐ വിൽ മേക്ക് യു എ നേഷൻ. ഞാൻ നിന്നെ ഒരു രാജ്യം, ഒരു ജാതിയാക്കി മാറ്റും, ഒരു നേഷനാക്കി മാറ്റും. ഒരു നേഷൻ എന്ന് പറയുമ്പോൾ 1-2 വ്യക്തി പോരല്ലോ, 100, 200, 1000, 10,000 പോരല്ലോ. ലക്ഷക്കണക്കിന് പ്രജകൾ ഉൾക്കൊള്ളുന്നതാണ്, ജനം ഉൾക്കൊള്ളുന്നതാണ് ഒരു രാജ്യം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ദൈവം അവരെ ഒരു രാജ്യമാക്കി മാറ്റുവാൻ അവരിലൊരു മൾട്ടിപ്ലിക്കേഷൻ ദൈവം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ മൾട്ടിപ്ലിക്കേഷൻ ആവശ്യമായ കുടുംബ ബന്ധങ്ങൾ ദൈവം ഒരുക്കി. കുടുംബ ബന്ധത്തിനകത്ത് അവർ തമ്മിലുള്ളതായ ദൃഢത ഒരുക്കി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു വലിയ ജാതി പുറപ്പെട്ടു വരത്തക്ക രീതിയിൽ അവരുടെ ശരീരത്തിന്റെ ആരോഗ്യം ക്രമീകരിച്ചു. അവരുടെ ജനസംഖ്യ വർധനവ് ദൈവത്താൽ വളരെ അനുസ്യൂതമായി എന്ന് പറഞ്ഞാൽ ഇൻക്രെഡിബിൾ ആയിട്ട് ആ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് നേഷൻ നടക്കുവാനായിട്ട് ഇടയായിട്ട് തീരുകയാണ്. ആ 400 വർഷം കൊണ്ട്, അല്ലെങ്കിൽ 350 വർഷം കൊണ്ട് എണ്ണിക്കൂടാതെ വണ്ണമുള്ള ഒരു വലിയ ജനകൂട്ടമായി മാറ്റപ്പെടുകയാണ്. അങ്ങനെയെങ്കിൽ ഒരു ദൂതങ്ങളെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരുപക്ഷെ നാം തന്നെ, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മെ നോക്കുമ്പോൾ ദൈവം എന്റെ ജീവിതത്തിൽ ഇടപെടുന്നില്ലല്ലോ, ദൈവം എന്റെ ജീവിതത്തിൽ ഒന്നും പ്രവർത്തിക്കുന്നില്ലല്ലോ എന്ന് നമുക്കൊരു ചിന്ത വന്നാലും, ദൈവത്തിന്റെ പൈതലെ, ദൈവവചനത്തിന്റെ കീഴിലാണ് നീ എങ്കിൽ, ദൈവ പദ്ധതിക്കുള്ളിലാണ് നീ അമർന്നു നിൽക്കുന്നതെങ്കിൽ, ദൈവ പദ്ധതിക്ക് വേണ്ടിയാണ് നീ നിൽക്കുന്നതെങ്കിൽ, ദൈവം നിന്റെ ജീവിതത്തിൽ ഈ സൈലന്റ് പീരീഡിലും വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ, ചില ദിവസങ്ങൾ കഴിയുമ്പോൾ, അല്ല ചില മാസങ്ങളോ വർഷങ്ങളോ കഴിയുമ്പോൾ അത് നിനക്ക് വിശ്വസിക്കുവാൻ കഴിയാത്ത വിധത്തിൽ വലിയ വിഷയമായി, വലിയ ദൈവപ്രവൃത്തിയായി വെളിപ്പെടും എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ചിന്തയെ അവസാനിപ്പിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തതായ കാര്യങ്ങളാണ് അതിന്റെ പുറപ്പാട് പുസ്തകത്തിന്റെ ഇൻട്രൊഡക്ഷനായി നാം ചിന്തിച്ചത്. പുറപ്പാട് പുസ്തകത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നാം ചിന്തിച്ചു. ഹല്ലേലൂയ. അവർ കടന്നുപോയതായ സൈലന്റ് പീരീഡിൽ ദൈവത്തിന്റെ പ്രവൃത്തി വളരെ വലുതായിരുന്നു എന്ന് നാം ചിന്തിപ്പാൻ ഇടയായിട്ട് തീർന്നല്ലോ. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ, ആരെങ്കിലും ഞെരുക്കത്തിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ പ്രൈസ് ദൈവം തന്നെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നുണ്ട്. അതുപോലെ തന്നെ ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം വിട്ട്, ദൈവത്തിന്റെ കൽപ്പനകൾ വിട്ട് മാറിപ്പോകാൻ ഇടയാകാത്ത രീതിയിൽ താങ്കളെ തന്നെ സൂക്ഷിപ്പാൻ വചനം കേട്ടതായ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന്